ഇന്ന് കോഴിക്കോട് MT വാസുദേവൻ നായർ പറയുകയാണ്, അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചുവെട്ടി മൂടിയെന്നും ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇത് ഈ കോണ്ടെക്സ്റ്റിൽ ചേർന്നു പോകുന്ന കാര്യമാണോ? എന്തുകൊണ്ടായിരിക്കണം ഇവിടെ DC ബുക്സ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ലിറ്റററി ഫെസ്റ്റിവൽ MT വാസുദേവൻ നായരെ പോലെ ജ്ഞാനപീഠം ജേതാവ് ഇങ്ങനെ പറയാൻ കാരണം? നിഖേഷ്, നമ്മളൊക്കെ MT വാസുദേവൻ നായരെ വായിച്ചു വളർന്നവരാണ്. MT വാസുദേവൻ നായർ അങ്ങനെ പൊതുവേദിയിൽ പരസ്യമായി പ്രതികരിക്കുന്ന ആളല്ല എന്ന് നമുക്കറിയാം. വളരെ മിതമായി സാരമായി ആറ്റിക്കുറിക്ക് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് MT വാസുദേവൻ നായർ. ആ MT വളരെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ജാമാതാവായ പൊതുമരാമത്ത് മന്ത്രിയെയും സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഇന്ന് പറഞ്ഞത് എന്തുദ്ദേശത്തിലാണെന്ന് MTയെ വായിച്ചു വളർന്ന സാധാരണ മലയാളികൾക്കൊക്കെ മനസ്സിലാകും. സമഗ്രാധിപത്യം പ്രവണത കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അധികാരമെന്നത് ഞാൻ വായിക്കാം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്തോ നമ്മൾ കുഴിവെട്ടി മൂടി. ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഉള്ള ഒരു സ്ഥാനം. ഇത് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് എന്നാണ് പറയാൻ ഉദ്ദേശമെങ്കിൽ നമ്മൾ മലയാളികൾ MTയെ വായിച്ചത് അല്ലെങ്കിൽ MTയെ വായിച്ചത് മനസ്സിലാകാതെ പോകുന്ന ഒരു ദുർഘട ഘട്ടത്തിലാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അങ്ങനെ MTയെ കൊണ്ട് പോലും പരസ്യമായി പ്രതികരിക്കുന്ന രീതിയിൽ കേരളത്തിൽ ഇന്ന് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയം സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇതിനു മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് മുഖ്യമന്ത്രി നൽകിയ വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നത് കേട്ടു. മലയാളികൾ എന്താ പൊട്ടന്മാരാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്? ഹെൽമെറ്റ് വെച്ച് തലയ്ക്ക് അടിക്കുന്നതും വികലാംഗനെ തൊഴിക്കുന്നതും ഒക്കെ ജീവൻ രക്ഷ. മലയാള ഭാഷയോട് ഇത്ര വലിയ ഭീകരത ചെയ്യാവോ? മലയാള ഭാഷയിലെ എത്രയോ കാരുണ്യമാർന്ന ഒരു വാക്കാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നത്. ആ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന വാക്കിനെ ഇത്രമാത്രം നികൃഷ്ടമാക്കി മാറ്റുക എന്നുള്ളത് എല്ലാ തെറ്റുകളെയും നമ്മൾ മറന്നാൽ പോലും മലയാള ഭാഷയോട് ചെയ്ത ഈ തെറ്റിനെ നമുക്ക് എങ്ങനെ പുറക്കാൻ കഴിയും? നിസാം സെയ്ദ്, അത് നമ്മൾ 2-3 ദിവസമായി വിലയിരുത്തുന്ന കാര്യമാണ്. നമ്മൾ അതിലേക്ക് തന്നെ തിരികെ പോകുന്നതിന് പകരം MT തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സാറിസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയെ കുറിച്ചും ഒക്കെയാണ്. അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന് ഫ്രോയിഡിന്റെ ശിഷ്യനായിട്ടുള്ള മാർക്സിയൻ തത്വചിന്തകനായ വിൽഹെം റീഹ് 1944 മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് EMS നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തിലെ കമ്മ്യൂണിസം ഇവിടെ ഉണ്ടായിരുന്നു, ആളുകളുമായി സംവദിക്കുന്ന ഒരു ജനാധിപത്യ രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, സർവാധിപത്യത്തിലേക്ക് കേരളം പോയി എന്നാണോ MT പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്നല്ല MT ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. MT EMS മുൻപുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ എടുത്ത് ഉദാഹരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മുഖ്യമന്ത്രിയുടെ പാതയിലല്ല ഈ മുഖ്യമന്ത്രി പോകുന്നതെന്ന് MT വളരെ വ്യക്തമായി പറയുകയല്ലേ. അല്ലെങ്കിൽ ആ വേദിയിൽ EMSനെ ഉദാഹരിക്കേണ്ടത് വിൽഹം റീഹിനെ അദ്ദേഹം ഉദ്ധരിച്ചത്. ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തിന് 1940-കളിൽ തന്നെ ഉണ്ടായ അപജയം ഇവിടെ വളരെ വ്യാപകമായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയല്ലേ. അദ്ദേഹം പറയാതെ പോലുമല്ല, അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുന്നവർക്കൊക്കെ അറിയാം. ഇതിലും വ്യക്തമായൊന്നും അദ്ദേഹം ഒന്നും പറയാറില്ല. You are watching Reporter Evening Show.